Welcome to Mahimas cooking class. നല്ല ചൂട് സമയത്ത് അല്ലെങ്കിൽ വളരെ ക്ഷീണിച്ച് ടയർഡായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഐസ് ടീ. ഞാൻ ഉണ്ടാക്കുന്ന വേർഷൻ ഓഫ് ഐസ് ടീ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഐസ് ടീ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പല തരത്തിലുള്ള ഐസ് ടീ ഉണ്ടാക്കും. പ്ലെയിൻ ആയിട്ട് മിൻറ്റും ലെമണും മാത്രമായിട്ട് ഉണ്ടാക്കും, സ്പൈസസ് ഇട്ടുണ്ടാക്കും, അങ്ങനെ പല ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കാം, പല വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ സോസ് പാനിലേക്ക് 1/2 ലിറ്റർ വെള്ളം. നമ്മൾ 1 ലിറ്റർ ഐസ് ടീ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ വെള്ളം ചേർത്തു. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 ഏലക്ക ഒന്ന് ചതച്ചെടുക്കാം. ലൈറ്റായിട്ട് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സിനമണും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളം 2 മിനിറ്റോളം തിളയ്ക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ 1 ലിറ്റർ ഐസ് ടീ ആണല്ലോ ഉണ്ടാക്കുന്നത്. ആറ് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തു. ഇതിലേക്ക് ചെറിയൊരു പിടി മിൻറ്റ് ലീവ്സും കൂടെ ചേർക്കാം. മിൻറ്റ് ഇട്ടും നന്നായിട്ടൊന്ന് തിളയ്ക്കണം. മിൻറ്റിൻ്റെ ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങണം. നല്ലൊരു മിൻറ്റ് ഫ്ലേവർ കിട്ടും. ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് ചായപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾക്കിതൊരു 4 ഗ്ലാസ്സിനുള്ളത് ഉണ്ടാവുമല്ലോ, അത് കണക്കാക്കിയാണ് ചായപ്പൊടി ഇടുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ 3 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഒന്ന് നല്ലൊരു ബോയിൽ വന്നു കഴിയുമ്പം ഒത്തിരി നേരമായിട്ട് ചായപ്പൊടി ഇട്ട് ഞാൻ തിളപ്പിക്കാറില്ല. ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് അടച്ച് ആ ഫ്ലേവേഴ്സ് ഇൻഫ്യൂസ്ഡ് ആയിട്ട് അടച്ച് ഒരു 3 മിനിറ്റ് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ 3 മിനിറ്റോളം അടച്ച് ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് വെച്ചേക്കായിരുന്നു. ഇനി ഇത് അരിച്ച് ഒരു ജഗ്ഗിലേക്ക് ഒഴിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് 1 ലിറ്ററിനുള്ള ഐസ് ടീ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ വെച്ചിട്ടാണല്ലോ നമ്മൾ വെള്ളം തിളപ്പിച്ചത്. ബാക്കി തണുത്ത വെള്ളം 1/2 ലിറ്ററിനകത്തേക്ക് ചേർക്കാം. ഇതിനകത്തേക്ക് ചൂട് പോയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് നാരങ്ങ നീര് ചേർക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ ഷുഗർ വേണമെങ്കിൽ കൂടുതൽ ഷുഗർ ചേർക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് 1 ടീസ്പൂണോട് ചേർക്കുക. കുറച്ച് പുളി കുറവാണ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസസിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഗ്ലാസസിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇടാം. കുറച്ച് നാരങ്ങ കട്ട് ചെയ്തത്, ഐസ് ക്യൂബ്സ് വെച്ച് ഫില്ല് ചെയ്യുക. ഐസ് ടീ ആണല്ലോ, അപ്പോൾ നന്നായിട്ട് ഐസ് വെച്ച് ഫില്ല് ചെയ്യുക. കുറച്ച് മിൻറ്റ് ലീവ്സ് ഗാർണിഷ് ചെയ്യാനായിട്ട്, കൂടാതെ ലെമൺ കട്ട് ചെയ്ത് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ഒരു ഐസ് ടീ നിങ്ങൾ കണ്ടല്ലോ, എളുപ്പത്തിലുണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മധുരത്തിൻ്റെ ഷുഗർ കണ്ടൻറ്റും പുളിയും എപ്പോഴും അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിനൊരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷുഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി വേണമെങ്കിലും ചേർക്കാം.
പിന്നെ ഏലക്ക അങ്ങനത്തെ ഫ്ലേവേഴ്സ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാവുന്നതാണ്. ജിഞ്ചറും മിൻറ്റും ലൈമും തന്നെയും നല്ല കോമ്പിനേഷനാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.